കേട്ടു ഞങ്ങൾ രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഇന്നത്തെ ദിവ്യബലിയിൽ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഇടവകയിലെ ദർശന സമൂഹമാണ്. അവർ തങ്ങളുടെ ഔദ്യോഗിക വസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെയാണ് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കാം. ആഗോള കത്തോലിക്ക സഭ ഇന്ന് ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആണ്ടുവട്ടം അവസാനിക്കുകയാണ്. ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മളിന്ന്. നൽകുവാൻ കഴിയാതെ പോയ സ്നേഹവും കൊടുക്കാതെ പോയ പരിഗണനയും കാണിക്കാതെ പോയ കരുണയും ഒരു ജീവിതസന്ധിയിൽ നമ്മളെ വേദനിപ്പിക്കും എന്നത് ഉറപ്പാണ്. ചില മനുഷ്യർ നമ്മളോട് വിട പറഞ്ഞ് കൺമുൻപിൽ നിന്നുമൊക്കെ മാഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവരായിരുന്നില്ല, മറിച്ച് അവരിലൂടെ ദൈവമാണ് നമ്മളെ സന്ദർശിച്ചത്. നൽകാൻ കഴിയാതെ പോയ സ്നേഹവും കൊടുക്കാൻ കഴിയാതെ പോയ പരിഗണനയും കാണിക്കാതെ പോയ കാരുണ്യവുമൊക്കെ നമ്മുടെ ജീവിതസന്ധിയിൽ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതാവസ്ഥയിൽ മറ്റുള്ളവരുടെ സ്നേഹം പ്രകടിപ്പിക്കുവാനും കാരുണ്യം പ്രദർശിപ്പിക്കുവാനും പരിഗണന നൽകുവാനും നമുക്ക് കഴിയണം. കർത്താവ് സുവിശേഷ ഭാഗത്ത് പറയുന്നുണ്ട്, ജനങ്ങളെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിർത്തുകയാണ്. ദൈവത്തിന് ദാഹിച്ചു, വിശന്നു, പരദേശിയായിരുന്നു, നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, കാരാഗൃഹവാസിയായിരുന്നു. ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിനെ എപ്പോഴാണ് കണ്ടത്? കർത്താവ് മറുപടി പറയുന്നുണ്ട്, ഈ എളിയ സഹോദരനിൽ നീ ഇത് ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു കൊടുക്കാതിരുന്നത്. എളിയ സഹോദരിൽ നമുക്ക് പരിഗണനയും സ്നേഹവും കാരുണ്യവും ഒക്കെ കൊടുക്കുവാൻ നമുക്ക് കഴിയണം. പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യബലിയിൽ ഒരു ചരമറിയിപ്പുണ്ട്. അമലോത്ഭവ മാതാ കുടുംബ യൂണിറ്റിൽ നിന്നും തൈപ്പറമ്പിൽ ലിയോ സ്റ്റാൻലി കർത്താവിൽ നിദ്ര പ്രാപിച്ചു. നാളെ രാവിലെ 11 മണിക്കായിരിക്കും ശവസംസ്കാരം. പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ കർത്താവിന് മുമ്പിലേറ്റ് പറയാൻ നീതിയോടും കാരുണ്യത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള കൃപയ്ക്കായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ദീക്ഷയാലും ഞങ്ങൾ വളരെ പാപം ചെയ്തുപോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിൻ്റെയും രാജനായ അങ്ങേ പ്രിയപുത്രനിൽ സമസ്തവും ക്രമവൽക്കരിക്കാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തിൽ നിന്നും മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങേ വാഴ്ത്തി പുകഴ്ത്തുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിനും മധ്യേ, മുട്ടാടിനും കോലാട്ടിനും മുട്ടനും മധ്യേ വിധി നടത്തും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനം. സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനനാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ ആവാനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സമസ്തവും അവിടുത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിനും തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ ആസന്നമായ രാജ്യം അനുഗ്രഹീതം.
ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോട് കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്പരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്പരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ ലോകാവസ്ഥയിലോ കാരാഗൃഹത്തിലോ സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നും അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്തിയായിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യമായ ശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സഭ ക്രിസ്തുരാജൻ തിരുനാൾ ആഘോഷിക്കുകയാണ്. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. 1925 പയസ് 11 മാർപ്പാപ്പയാണ് ഈ തിരുനാൾ ആരംഭിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അസമാധാനവും നിരീശ്വരവാദവും അസ്ഥിരതയും ഈ ലോകത്ത് ശക്തിപ്പെടുമ്പോൾ എല്ലാ തിന്മകൾക്കും അതീതമായി യേശു ഈ ലോകത്തെ നയിക്കുമെന്നും യേശുവാണ് ലോകരാജാവെന്നുള്ള സന്ദേശവും കൂടിയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മരണശേഷം നമുക്കൊരു അവസാന വിധി ഉണ്ടാകും, സ്വർഗം അല്ലെങ്കിൽ നരകം. ഇന്ന് ഒരു അന്ത്യവിധിയെക്കുറിച്ചാണ് സുവിശേഷ ഭാഗത്ത് വായിച്ചു കേൾക്കുന്നത്. ദൈവം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ ജനങ്ങളെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് നിർത്തുന്നുണ്ട്. രാജാവിൻ്റെ വലതുവശത്തുള്ളവർ നീതിമാന്മാരും
ഇടതുവശത്തുള്ളവർ നീതിരഹിതരുമാണ്. ഇടതുഭാഗത്ത് നിന്നവരോട് അവർ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല എന്നതാണ് സത്യം. അവർ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നത്? അവർ തിന്മ ചെയ്തതുകൊണ്ടല്ല നീതിരഹിതരായിട്ട് മാറുന്നത്, മറിച്ച് അവർ ചെയ്യേണ്ട നന്മ ചെയ്യാതിരുന്നതുകൊണ്ട്. നമ്മളൊക്കെ തിന്മ ചെയ്യാത്തവരാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ പരസ്പരം പറഞ്ഞേക്കാം, ഞാനൊന്നും ഒരു തിന്മയും ചെയ്യുന്നില്ല. ഒരു തിന്മയും ചെയ്യാത്തത് കൊണ്ട് നമ്മളൊക്കെ നീതിമാന്മാരാണെന്ന് ഒരിക്കലും പറയുവാൻ സാധിക്കുകയില്ല. നമ്മൾ ചെയ്യേണ്ട നന്മകൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് പാപമാണ്. അവർ കരുതുന്നത് യേശുവിനെ അവർ ആദ്യമായി കണ്ടു എന്നാണ് പറയുക. പക്ഷേ യേശു മറുപടി പറയുന്നുണ്ട്, ഏറ്റവും എളിയ സഹോദരനുമായി മുഖാഭിമുഖം വന്നപ്പോഴൊക്കെ അവർ യേശുവിനെ കണ്ടു കഴിഞ്ഞു. എളിയ സഹോദരനെ സഹായിച്ചപ്പോൾ അവർ യേശുവിനെയാണ് സഹായിച്ചത്, അവഗണിച്ചപ്പോൾ അവർ യേശുവിനെയാണ് അവഗണിച്ചത്. അപ്പോൾ നമ്മളുടെ സഹോദരനെ നമ്മൾ മുഖാഭിമുഖം കാണുമ്പോൾ നമ്മൾ യേശുവിനെയാണ് കാണുന്നത്. ഈ സഹോദരന് നമ്മൾ ചെയ്യേണ്ടതായ നന്മകൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ യേശുവിനെ അവഗണിക്കുന്നവരായിട്ട് മാറും. കർത്താവ് മനോഹരമായിട്ട് മറുപടി പറയുന്നുണ്ട്, ഞാൻ വിശന്നു, ദാഹിച്ചു, പരദേശിയായിരുന്നു, നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, കാരാഗൃഹത്തിലായിരുന്നു. അപ്പൊ നമ്മുടെ മുൻപിൽ വരുന്ന സഹോദരന്മാരിലൊക്കെ യേശുവിനെ കാണുക. മദർ തെരേസ പറയുന്നത് അതുതന്നെയാണ്. എന്റെ മുൻപിൽ കടന്നു വരുന്ന എല്ലാവരുടെയും മുഖത്ത് ഞാൻ ക്രിസ്തുവിനെ കാണുന്നു. സഹോദരന്മാർക്ക് ചെയ്യേണ്ട നന്മകൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അതും പാപമാണെന്ന് കർത്താവ് നമ്മളെ സുവിശേഷ ഭാഗത്തിലൂടെ പഠിപ്പിക്കുകയാണ്. 7 ശാരീരികമായ കാരുണ്യ പ്രവൃത്തികളാണ് സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. വിശക്കുന്നവന് ആഹാരം നൽകുന്നത്, ദാഹിക്കുന്നവന് കുടിക്കുവാൻ കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുന്നത്, പരദേശികളെ സ്വീകരിക്കുന്നത്, രോഗികളെ ശുശ്രൂഷിക്കുന്നത്, കാരാഗൃഹവാസികളെ സന്ദർശിക്കുന്നത്, മൃതരെ സംസ്കരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയിൽ 7 ആത്മീയമായ കാരുണ്യ പ്രവൃത്തികൾ കൂടിയുണ്ട്. ശാരീരികമായ കാരുണ്യ പ്രവൃത്തികൾ മാത്രമല്ല, ആത്മീയമായ കാരുണ്യ പ്രവൃത്തികൾ കൂടിയുണ്ട്. ഒന്നാമതായിട്ട് സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത്. രണ്ടാമതായിട്ട് അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത്. നാലാമതായിട്ട് ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്. അഞ്ചാമതായിട്ട് ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്. ആറാമതായിട്ട് അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്. ഏഴാമതായിട്ട് ജീവിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇത് 7 ആത്മീയമായ കാരുണ്യ പ്രവൃത്തികളാണ്. നീ വിശക്കുന്നവനാണോ? നിന്നിൽ യേശുവും വിശക്കുന്നുണ്ട്. സഹിക്കുന്നവനാണോ? നിന്നിൽ യേശുവും സഹിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ മാംസരക്തങ്ങൾ തന്നെയാണ്. ക്രിസ്തുവിൻ്റേത് മാറി നിന്നുകൊണ്ടുള്ള ഒരു ഭരണമല്ല. നമ്മളിന്ന് ക്രിസ്തുരാജ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവമെന്ന് പറയുന്നത് ഒരു മാറി നിന്നുകൊണ്ട് നമ്മളെ ഭരിക്കുന്ന ഒരു ഭരണകർത്താവല്ല, മറിച്ച് എളിയവരുടെയും സ്വത്വത്തിലേക്ക് ഇറങ്ങി അവരുടെ നൊമ്പരങ്ങളിലും ആനന്ദത്തിലും ഭാഗമാകുന്ന ഒരു രാജാവാണ്. നിന്നോടൊപ്പമുള്ള ദൈവം സഹോദരന്റെ സഹനത്തിലുമുണ്ട്. നമ്മൾ സഹിക്കുമ്പോൾ നമ്മോടുകൂടെ ക്രിസ്തുവും സഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരു സഹോദരനെ തിരസ്കരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ തന്നെയാണ് തിരസ്കരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ നേടിയ വിജയങ്ങളെക്കാളും നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് ചെയ്യാതെ പോയ നന്മകളുടെ പേരിലായിരിക്കും.
നമ്മളൊക്കെ വിജയികളാണ്. ഒരുപക്ഷെ ജീവിതത്തിലൊക്കെ പല വിജയങ്ങൾ നമ്മളൊക്കെ നേടിയിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷേ നമ്മുടെ എല്ലാം അന്ത്യവിധിയിൽ, അവസാന വിധിയിൽ നമ്മളൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മൾ ചെയ്യുവാനായിട്ട് മറന്നുപോയ നന്മകളുടെ പ്രതി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭ കർമ്മത്തിൽ സൂചിപ്പിച്ചത്, നൽകുവാൻ കഴിയാതെ പോയ സ്നേഹവും, കൊടുക്കാതെ പോയ പരിഗണനയും, കാണിക്കാതെ പോയ കാരുണ്യവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളരെയധികം ഉലയ്ക്കുന്ന കാര്യങ്ങളാണ്. സ്നേഹം പ്രകടിപ്പിക്കുക, കാരുണ്യം കൊടുക്കുക, പരിഗണന നൽകുക. സഹോദരന് ആവശ്യമായ പരിഗണനയും കാരുണ്യവും സ്നേഹവും ഒക്കെ നമ്മൾ പ്രദർശിക്കുമ്പോൾ ഈ പ്രദർശിപ്പിക്കുന്നത് നമ്മൾ ക്രിസ്തുവിനോട് തന്നെയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമുക്കൊന്ന് ആലോചന നടത്താം. നമ്മൾ നേടിയ വിജയങ്ങളൊക്കെ വിജയങ്ങളായിരുന്നില്ല. നമ്മൾ ചെയ്യാതെ പോയ നന്മകളാണ് ഒരുപക്ഷെ നമ്മളെല്ലാം അന്ത്യവിധിയിൽ കർത്താവ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക. മക്കളോട് നമ്മൾ ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സ്നേഹം നമ്മൾ കൊടുക്കണം, പരിഗണന നമ്മൾ കൊടുക്കണം. സ്നേഹവും പരിഗണനയും കാരുണ്യവും ഒക്കെ പ്രദർശിപ്പിക്കുവാനുള്ളതാണ്, അത് മറച്ചു വയ്ക്കുവാനുള്ളതല്ല. നമ്മളത് പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് തന്നെയാണ് പ്രദർശിപ്പിക്കുക. നമ്മൾ അവഗണന കാണിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ തന്നെയാണ് അവഗണിക്കുന്നത്. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവ് നിയമിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകമായി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യർക്കും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, നമ്മുടെ സമൂഹത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സകല ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് കർത്താവത്തെ പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ ദൈവമേ, അങ്ങയുടെ അജപാലന ദൗത്യം തുടർന്നുകൊണ്ടുപോകുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപതാധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലീത്തയെയും മറ്റെല്ലാ മെത്രാന്മാരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തണമെന്നും അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജഗണത്തെ നയിക്കുവാൻ വേണ്ട എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയാകുന്ന കുടുംബത്തെ ഐക്യത്തോടെയും പ്രാർത്ഥനാ ചൈതന്യത്താലും നയിക്കുവാൻ ബഹുമാനപ്പെട്ട വികാരി ടൈറ്റസ് അച്ഛനെയും സഹവികാരി ടിനു അച്ഛനെയും ഇടവകയിൽ സേവനം ചെയ്യുന്ന എല്ലാ വൈദികരെയും ആത്മീയ ദാനങ്ങളാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവത്തിൻ്റെയും അതിനാഥനായ ദൈവമേ, തിരുനാളിനായി ഒരുക്കങ്ങൾ നടത്തുന്ന മരിയൻ ഗ്രൂപ്പ് അംഗങ്ങളെയും എല്ലാ പ്രസിദ്ധന്റിമാരെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ
ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം എല്ലാ കുറവുകളും നിറവാക്കി മാറ്റി അങ്ങേ കൃപാവരം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, മഞ്ഞമ്മൽ ഇടവകയിലെ എല്ലാ ദർശന സമൂഹാംഗങ്ങളെയും അങ്ങേ അരുവിയാൽ നിറച്ച് ശാന്തിയും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നരുൾ ചെയ്ത ദൈവമേ, ആശുപത്രികളിലും വീടുകളിലുമായി പലവിധ രോഗത്താലും വേദനയാലും പ്രത്യേകിച്ച് COVID-19 എന്ന മഹാമാരിയിൽ ക്ലേശമനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അങ്ങയുടെ സൗഖ്യവും ശാന്തിയും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അല്പസമയം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സഹോദരന്റെ നിങ്ങളുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ ശിരസ്സും മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മാനവവംശത്തെ അങ്ങയോട് രമ്യതപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്കർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവം നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും ആണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിത്യപുരോഹിതനും സർവ്വലോകത്തിൻ്റെയും രാജാവുമായി ആനന്ദ തൈലം കൊണ്ട് അങ്ങ് അഭിഷേകിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ കുരിശിൻ്റെ അൾത്താരയിൽ നിർമ്മലവും സമാധാനദായകവുമായ ബലിയർപ്പിച്ചുകൊണ്ട് മാനവ പരിത്രാണത്തിൻ്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും
സർവ്വ സൃഷ്ടിജാലങ്ങളെയും തൻ്റെ അധികാരത്തിൻ കീഴിലാക്കി അങ്ങേ മഹാമഹിമയ്ക്കായി സത്യത്തിൻ്റെയും ജീവന്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായുക ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്ത ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ള സഹോദരങ്ങളെ, അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടി, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് നമ്മളോട് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൽ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരായ നാം ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങേ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മാനവ
ഈശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. പ്രിയപ്പെട്ടവരെ, അറിയിപ്പുകൾ. നമ്മുടെ ഇടവക മധ്യസ്ഥ പരിശുദ്ധ അമലോൽ മാതാവിൻ്റെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ നാം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. 27-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച നൊവേനയോടുകൂടി നാം ആരംഭിക്കുകയാണ്. ഈ ദിനങ്ങളിലെ ഒരുക്കങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, പ്രാർത്ഥിക്കാം. ഏറ്റവും നന്നായി തന്നെ ഈ തിരുനാൾ നമുക്ക് ആഘോഷിക്കുവാൻ, പ്രത്യേകിച്ചും ഇന്ന് രാവിലത്തെ ദിവ്യബലിക്ക് നമ്മളുടെ തിരുനാൾ കമ്മിറ്റിയുടെ അംഗങ്ങളെയായിരുന്നു ദിവ്യബലിയിൽ നാം ഇവിടെ സംബന്ധിപ്പിച്ചത്. അതോടൊപ്പം ഈ വൈകുന്നേരത്തെ ദിവ്യബലിയിൽ നമ്മുടെ ദർശന സമൂഹത്തിൽ നിന്നുള്ള അംഗങ്ങളാണ് പങ്കുകൊണ്ടിട്ടുള്ളത്. പ്രത്യേകമായ ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ദൈവത്തെ ദർശിക്കുക, ദർശിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് നിങ്ങളിലൂടെ ദർശിക്കുവാനുള്ള ജീവിതശൈലിയിലൂടെ മുന്നോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ തിരുനാൾ ആരംഭിക്കുമ്പോൾ 27-ാം തീയതി വൈകിട്ട് ദിവ്യബലിയോടും നൊവേനയോടും കൂടി നാം ഇത് ആരംഭിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ. പ്രത്യേകമായിട്ട് അമ്മയുടെ മധ്യസ്ഥം, അമ്മയുടെ സംരക്ഷണയിൽ ഞങ്ങളെ പ്രത്യേകമായി കാത്തുകൊള്ളണമേ. ഈ ഇടവകയെ, ഇവിടുത്തെ ഈ സമൂഹത്തെ പ്രത്യേകമായി സംരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന നമുക്ക് തുടർന്നു കൊണ്ടുപോകാം. 8-ാം തീയതി വരെ, ഡിസംബർ 8-ന് പെരുന്നാളിൻ്റെ അവസാന രാത്രി വരെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. അമ്മയുടെ കരങ്ങളിലേക്ക് എല്ലാ ഒരുക്കങ്ങളെയും ആഘോഷങ്ങളെയും ആത്മാർത്ഥമായി നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് ഈ വർഷം കുടുംബങ്ങളിലേക്ക് നോട്ടീസുകൾ എത്തിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ. അതുകൊണ്ട് നാം അത് PDF ആയിട്ട് നമ്മുടെ ഓരോ കുടുംബ യൂണിറ്റിൻ്റെയും ഗ്രൂപ്പുകളിലൂടെ അയക്കുകയാണ്. എല്ലാ കുടുംബങ്ങളിലേക്കും അത് എത്തുവാൻ വേണ്ടി ഓരോ കുടുംബത്തിൻ്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കുക. ഒരു കുടുംബം പോലും നമ്മളുടെ ഈ അറിയിപ്പ്, പ്രത്യേകിച്ചും ഈ ആഘോഷങ്ങളുടെ, തിരുനാൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട നോട്ടീസ് എത്താതെ പോകരുതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, ഈ വർഷത്തെ നമ്മളുടെ ആദ്യ കുർബാന ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല കോവിഡിൻ്റെ സാഹചര്യത്തിൽ. പക്ഷേ 70-ൽ കൂടുതൽ കുട്ടികൾ ഇതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് നമുക്കത് നീട്ടിക്കൊണ്ടുപോകുവാൻ സാധ്യമല്ല. കാരണം അടുത്ത വർഷവും ഇതുപോലെ കുട്ടികളുടെ എണ്ണം നമുക്കുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മറ്റൊരു രീതിയിലേക്കൊന്ന് നീങ്ങുകയാണ്. നമ്മൾക്കുള്ള ഈ കുട്ടികളെ വ്യത്യസ്തമായ 6 ഗ്രൂപ്പുകളായി തിരിച്ച് ജനുവരി ആദ്യ അല്ലെങ്കിൽ 2-ാമത്തെ ആഴ്ചയിൽ മുതൽ ഓരോ ഞായറാഴ്ച ഓരോ കുർബാന പ്രത്യേകമായി അതിനുവേണ്ടി നാം അറേഞ്ച് ചെയ്ത് 12 കുട്ടികളെ വീതം പ്രഥമ ദിവ്യകാരുണ്യ ദിനത്തിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. കാറ്റഗിസം ടീച്ചേഴ്സ് അതിനായിട്ടുള്ള ഡേറ്റുകളെല്ലാം കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. ഇതിന് പ്രത്യേകമായിട്ടും ഏതൊക്കെ കുട്ടികളാണോ ഇതിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവരുടെ കുടുംബങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ അറിയിപ്പുകൾ പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ പ്രത്യേകമായിട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. കൃത്യമായ ഡേറ്റുകൾ ഏതൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ കാര്യങ്ങളിലാണ്. പ്രത്യേകിച്ചും ഡിസംബർ 13-ന് കുട്ടികൾക്കൊരു ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. കൃത്യമായ സമയം നിശ്ചയിച്ച് തന്നെയാണ്, അരമണിക്കൂർ മറ്റും എടുക്കുന്നുള്ളൂ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. 12 ടീച്ചേഴ്സ് അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരുങ്ങുന്നുണ്ട്, ഓർക്കുക. അപ്പോൾ അതിനുവേണ്ടി കുട്ടികളെ അയക്കുക. അതിൽ ജയിക്കുന്ന കുട്ടികളെ ആയിരിക്കും നമ്മൾ പ്രഥമ ദിവ്യകാരുണ്യ ദിനത്തിലേക്ക് പ്രത്യേകമായും ക്ഷണിക്കുന്നതും മറ്റ് ക്ലാസ്സുകളിലേക്ക് നാം വിളിക്കുന്നതും. പ്രത്യേകമായിട്ട് ഓർക്കുക, ഒരുങ്ങുവാനുള്ള കാര്യങ്ങൾ വാട്സാപ്പ് വഴി നമ്മൾ അയച്ചിട്ടുണ്ട്. കുട്ടികളെ അത് ഒരുക്കുവാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. മറ്റ് ദിനങ്ങളിലേക്കുള്ള ഡേറ്റ്സും സൂക്ഷിക്കുക. അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരുവാനായിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, ഇന്ന് നമ്മളുടെ ലോഗോസ് ക്വിസിൻ്റെ ടെസ്റ്റിൻ്റെ അടുത്ത ഒരു ദിനം കൂടിയാണ്. ഇന്ന് വൈകിട്ട് 8 മണിക്ക്, രാത്രി 8 മണിക്ക് നമ്മളത് തുടങ്ങുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ചെയ്ത നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് തന്നെയുള്ളതാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കുകയാണ്, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പോകാൻ വേണ്ടി. അധ്യായങ്ങളുടെ എണ്ണം കുറച്ച്, അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റ് ഒന്നുകൂടി നടത്തുമ്പോൾ ചിലപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കൃത്യമായിട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ്. 8 മണിക്ക് ഇന്ന് രാത്രി നമ്മൾ ലോഗോസ് ക്വിസിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. 3/4 മണിക്കൂറാണ് അതിനുവേണ്ടി നൽകുന്നത്. 50 ചോദ്യങ്ങൾ, 45 മിനിറ്റ്.
കൃത്യമായിട്ട് ഓർക്കുക. 8:45 അതിൻ്റെ ആൻസർ ഷീറ്റ് അയക്കേണ്ട ഇടങ്ങളിലേക്ക് എനിക്ക് അയക്കണം, കൊച്ചച്ഛൻ അയക്കണം, കാറ്റഗിസം ടീച്ചേഴ്സിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ട് ഓർക്കുക. ആരൊക്കെയാണ് അയക്കേണ്ടത് കൃത്യമായിട്ട് അയക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കൃത്യമായും സമർപ്പിക്കാം. നമ്മുടെ ഈ ദിനങ്ങളെ മാതാവിൻ്റെ സംരക്ഷണയിലൂടെ ദൈവകരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹ അമ്മയിലൂടെ ധാരാളമായിട്ട് ലഭിക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടത്തോടു കൂടെ സ്വർഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.